അങ്ങനെ നമ്മുടെ ജെറുസലേം വാണം റീന ഫ്രാൻസിസിനെ കണ്ടവരുണ്ട്. മാഹിന്റെ മറുപടി വന്ന ശേഷം ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി കരണത്തടിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ 2 കരണവുമായിട്ട് വിലാപ മദലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളി ചേച്ചി വിലാപ മദലിൻ്റെ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വിലാപ മദലിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുക എന്നാണ് മാഹിൻ തൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. മാഹിൻ്റെ ഈ മാസം മറുപടി വന്നതിന് ശേഷം നമ്മുടെ റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന ജെറുസലേം വാണത്തിനെ കാണാനില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം മാഹിനെ പറ്റി പറയാനാണെങ്കിൽ മാഹിൻ ഒരു ട്രാവലറാണ്. വേൾഡ് മൊത്തം ട്രാവൽ ചെയ്യുന്ന ഒരു ട്രാവലറാണ് മാഹിൻ. മറ്റു ആളുകൾക്ക് പോകാൻ കഴിയാത്ത അഫ്ഗാനിസ്ഥാൻ, കസാക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് മാഹിൻ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകൾ നമ്മൾ ജനങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിലേക്ക് പോകുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് പേടിക്കണം. അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ് മാഹിൻ നമ്മളെ കാണിച്ചു തന്നത്. അപ്പോൾ ഈ മാഹിൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിമാണ്. അവൻ പോയത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാം രാജ്യത്തേക്കാണ്. അപ്പോൾ ഒരു മുസ്ലിമായ അവന് വരെ പോകാൻ ഭയമുള്ള ഒരു രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അങ്ങനെയുള്ള അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ ധൈര്യപൂർവ്വം കടന്നു ചെന്ന് അവിടുത്തെ കാഴ്ചകൾ നമ്മൾ ജനങ്ങളെ കാണിച്ചു തന്ന മാഹിന് ഒരു വേൾഡ് ട്രാവലറാണ് എന്ന കാര്യം ഈ ജെറുസലേം വാണം ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. യാത്രയെ ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾ എപ്പോഴും അങ്ങനെയാണ്. അറിയില്ലേ, നമ്മുടെ സഞ്ചാരി എന്ന ചാനലിൻ്റെ ഉടമ സന്തോഷ് ജോർജ് കുളങ്ങരയെ മലയാളികൾക്ക് പെട്ടെന്ന് പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ ആരും എത്തപ്പെടാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്തിട്ട് അവിടുത്തെ കാഴ്ചകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ആ ഒരു കാര്യം വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെയാണ് ഈ സഞ്ചാരികളുടെയൊക്കെ ഹീറോ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ചില മുക്കിലും മൂലയിലും ഇരുന്നിട്ട് ആ ഇട്ടാവട്ടം മാത്രം കണ്ടു വളർന്ന അങ്ങനെ പോലുള്ള കുറച്ച് ആളുകൾക്കൊക്കെ വേൾഡ് എന്താണ് എന്ന് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ വേൾഡ് എന്താണ് എന്ന് കാണാൻ കഴിഞ്ഞത് ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോ മുഖാന്തരമാണ്. അറിയപ്പെടുന്ന സഞ്ചാരികളുണ്ട്, അറിയപ്പെടാത്ത സഞ്ചാരികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, കാണാത്ത രാജ്യങ്ങൾ കാണുക, കാഴ്ചകൾ കാണുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ ട്രാവൽ ബ്ലോഗിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ട്രാവലറെയാണ് കേവലം സുഡാപ്പി എന്നൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ജെറുസലേം വാണം റീന അപമാനിച്ചിരിക്കുന്നത്. ഈ ജെറുസലേം വാണത്തിനെ പോലെയുള്ള വർഗീയവാദികൾക്ക് ആകെ ഒരു ചിന്തയുള്ളൂ, മുസ്ലിം നാമധാരികൾ എപ്പോഴും സുഡാപ്പികളാണ് എന്നുള്ള ചിന്തയാണ് അവരെ ഭരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം രാജ്യത്തെയും അവിടുത്തെ ആൾക്കാരെയും മുസ്ലിം നാമധാരികളെയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളയ്ക്കും വിളിക്കുന്നതാണ് ഈ ജെറുസലേം വാണത്തിൻ്റെ ഹോബി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും യുദ്ധമുഖത്ത് നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ എന്തൊക്കെയായാലും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ കർശനമായിട്ട് ജാഗ്രത പാലിക്കും. ആ സമയത്താണ് ഒരു മുസ്ലിം രാജ്യത്തു നിന്നത് ദുബായിൽ നിന്നും മറ്റോ ആണെന്ന് തോന്നുന്നു മാഹിൻ ഇസ്രായേലിലേക്ക് വിമാനം കയറുന്നത്. ഇസ്രായേൽ സൈനികർ നോക്കുമ്പോൾ വന്നിരിക്കുന്നത് ഒരു മുസ്ലിം നാമധാരി, അതും ഒരു അറബ് രാജ്യത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. പിന്നെ അഫ്ഗാൻ, കസാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ ഒരു നാമധാരി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു സഞ്ചാരി ഇസ്രായേലിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ചെക്കിംഗ് ഒക്കെ എയർപോർട്ടിൽ മണിക്കൂറുകളോളം നീണ്ടു നിന്നേക്കാം. പക്ഷെ അതിൽ നമുക്ക് ഈ ഇസ്രായേൽ സൈനികരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വിദേശത്തു നിന്നുള്ള ആൾക്കാർ ഇസ്രായേലിൽ സഞ്ചാരികളായിട്ട് വന്നാൽ പോലും മണിക്കൂറുകളോളം ചിലപ്പോൾ ചെക്കിങ് നീണ്ടു നിന്നേക്കാം. പ്രത്യേകിച്ചും ഒരു മുസ്ലിം നാമധാരി, അതും ഒരു അറബ് രാജ്യത്ത് നിന്നാണ് ഇസ്രായേലിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയിക്കാം. അതിൽ ഇസ്രായേൽ പട്ടാളക്കാരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. 4-5 മണിക്കൂറുകളോളം എടുത്തിട്ടാണ് മാഹിനെ അവർ ഫുള്ള് ഷഡ്ഡി വരെ അഴിച്ചു പരിശോധിച്ചു എന്നാണ് കേട്ടത്. പക്ഷേ ഇസ്രായേലിലെ ഫസ്റ്റ് വീഡിയോ തന്നെ ഐ ലവ് ജു ബോയ്സ്, ഐ ലവ് ജു ഗേൾസ് എന്നൊക്കെ പറയുന്ന ഒരു ജെട്ടിയാണ് മാഹിന അവിടെ ആ ഒരു മാർക്കറ്റിൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു കൗതുകം തോന്നും. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കും. അത് തന്നെയാണ് മാഹിൻ ചെയ്തിട്ടുള്ളതും. അതിൽ മാഹിനെ കുറ്റം പറയാൻ യാതൊരു കാരണവശാലും പറ്റില്ല. ഈ വീഡിയോ പബ്ലിഷ് ആയതോടുകൂടി ഇസ്രായേലിലെ മലയാളികൾ മാഹിനെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇസ്രായേലിലെ മലയാളികളോടും കൂടിയിട്ടാണ്. അവിടെ കണ്ട ഒരു കാഴ്ചയാണ് പകർത്തിയത്. അതിന് അവൻ്റേതായ ഒരു തമ്പനയിലും കൊടുത്തു. ഒരു മുസ്ലിം നാമധാരിക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വരാൻ പാടില്ല എന്ന റീനയെ പോലുള്ള മാഹിനെ വിലാപ മദലിൻ്റെ അടുത്തെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ മാഹിൻ്റെ കന്നത്തടിക്കണം എന്നുള്ളത് റീനയുടെ ഒരു മോഹമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു സ്ത്രീക്ക് വേറൊരു രാജ്യത്തിരുന്നുകൊണ്ട് ലക്കിൽ ലഗാനും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ കൂടി എന്തും വിളിച്ച് പറയാമെന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തേക്ക് സന്ദർശന വിസ നേടിക്കൊണ്ട് അവിടെ എത്തിയ മാഹിന് തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ട കടമയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ജെറുസലേം റീനയെ പോലുള്ള
പച്ച വർഗീയത പറയുന്ന ഇവരുടെ ഉള്ളിലൊക്കെ ഒരു വിചാരമുണ്ട്, ഒരു മുസ്ലിം നാമധാരിക്ക് ഒരിക്കലും ഇസ്രായേൽ പോലുള്ള സ്ഥലത്തേക്ക് വരാൻ കഴിയില്ല, അതും പ്രത്യേകിച്ച് ഈ സമയത്തിൽ എന്നുള്ള ധാരണയൊക്കെ തിരുത്തി കടത്തി വെട്ടിക്കൊണ്ടാണ് മാഹിൻ ആ രാജ്യത്ത് കാലുകുത്തിയത്. അപ്പോൾ ജെറുസലേം മാണത്തിനെ പോലെ അല്ലെങ്കിൽ ജെറുസലേമിൽ താമസിക്കുന്ന മലയാളികൾ മനസ്സിലാക്കുക, അവിടെ കണ്ട കാഴ്ചകളാണ് മാഹിൻ വീഡിയോ ആക്കി ഇട്ടത്. നിങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് തന്നെയുള്ള കാഴ്ചകളല്ലേ, നിങ്ങളും കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയല്ലേ. മാഹിനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ട്രാവലർ ആയതുകൊണ്ട് വ്ളോഗ് ചെയ്യുന്ന ആളായതുകൊണ്ട് അത് പുറത്തേക്ക് കാണിച്ചു. അതുപോലെ നിങ്ങൾ ഒരു മുസ്ലിം രാജ്യത്ത് നിന്നിട്ടോ അല്ലെങ്കിൽ വേറൊരു ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്നിട്ട് ആ രാജ്യത്തെ ജെട്ടി ഐ ലവ് ആ രാജ്യത്തെ പേരും അവിടുത്തെ ബോയ്സ് ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻ്റ് അടിച്ചിട്ടുള്ള ഒരു ജെട്ടി ഏതെങ്കിലും രാജ്യത്ത് ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾ താമസിക്കുന്ന ഇസ്രായേൽ പോലുള്ള രാജ്യത്ത് ഇത് ഉണ്ടായിട്ടല്ലേ കാണിച്ചത്? അതിന് മാഹിൻ്റെ പുറത്തേക്ക് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജെറുസലേം റീനയ്ക്കുള്ള മറുപടിയാണ്. എന്തേ മാഹിൻ വന്ന് വെല്ലുവിളിച്ച് ഇത്ര മണിക്കൂറുകൾ അവിടെ വിലാപമന്ദലിൻ്റെ അടുത്ത് കാത്തു നിന്നിട്ട് എന്തുകൊണ്ട് ജെറുസലേം റീന മാഹിൻ്റെ കരണത്തടിക്കാൻ പോയില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ്റെ 2 കരണവും കാണിച്ചു തരുമായിരുന്നല്ലോ. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളി ചേച്ചിക്ക് അടിച്ചു പുകയ്ക്കാനായിട്ട് എന്തേ ജെറുസലേം വാണം പോയില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിനുശേഷം ജെറുസലേം വാണത്തിൻ്റെ യാതൊരുവിധ അഡ്രസ്സും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ജെറുസലേം വാണത്തിന് ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു. മലയാളി മുസ്ലിങ്ങൾ സുഡാപ്പികളെന്ന് അവർ വിശേഷിപ്പിക്കുന്ന മുസ്ലിംസുകൾ ജെറുസലേം പോലുള്ള ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കില്ല എന്നും അതുകൊണ്ട് റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന ഈ ജെറുസലേം വാണത്തിന് ജനിച്ചത് മലയാളിയായിട്ടാണെന്ന് പ്രത്യേകം ഓർക്കണം. മലയാളി തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചിട്ടാണ് അവൾ അവിടെ പോയി നിന്നിട്ട് ഈ മലയാളക്കരയെ നോക്കി വെല്ലുവിളിക്കുന്നത്. അത് വേറെ കാര്യം. അപ്പോൾ ഈ ജെറുസലേം വാണത്തിന് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു മുസ്ലിം നാമധാരിക്ക് ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കാം എന്നുള്ളൊരു കാര്യം ജെറുസലേം വാണത്തിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം ജെറുസലേം വാണത്തിനെ കാണാനില്ല എന്നുള്ളതാണ് വാസ്തവം. തൻ്റെ കരണം അടിച്ചു പൊയ്ക്കുമെന്ന് പറഞ്ഞവൾക്കുള്ള ഒരു മറുപടി അത്രയായിട്ട് ഇതിനെ കണ്ടാൽ മതി. അല്ലാതെ ഇതിൽ വലിയ കഥയൊന്നുമില്ല. മാഹിൻ ഒരു ട്രാവലറാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഇരുന്നു കൊണ്ട് മുസ്ലിം ജനതയെ നോക്കി വെല്ലുവിളിക്കുന്ന ഈ ജെറുസലേം വാണത്തിനെ പോലെയുള്ള ആളുകളുടെ ഈ തെറ്റിദ്ധാരണ ഒന്നും നീങ്ങിക്കിട്ടി. കാരണം ഒരു മുസ്ലിം നാമധാരിക്ക് ഈ ഒരു സന്ദർഭത്തിലും ഒന്നും ഇസ്രായേലിലേക്ക് അങ്ങനെ പെട്ടെന്ന് വരാൻ കഴിയില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ മാറിക്കിട്ടി. ഇനി ആർക്കും തന്നെ തൊടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പോലുള്ള രാജ്യത്തിരുന്ന് മുസ്ലിം ജനതയെ നോക്കി കുരയ്ക്കുന്ന സുഡാപ്പി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന റീന ഫ്രാൻസിസിനെ പോലുള്ള ജെറുസലേം വാണങ്ങൾക്കുള്ള ഉഗ്രം മറുപടി തന്നെയാണ് മാഹിൻ നൽകിയത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ വിചാരിച്ചാൽ ഇസ്രായേലിലല്ല ഏത് ബഹിരാകാശത്ത് വേണമെങ്കിലും പോകാൻ കഴിയും എന്നുള്ളൊരു കാര്യം മാഹിൻ തെളിയിച്ചിരിക്കുകയാണ്.